ഹലോ മൈ ഗൈസ്, അങ്ങനെ വെക്കേഷൻ ആയപ്പോൾ ഞാനും വൈഫും കൂടി ചെറിയൊരു വൺ ഡേ ട്രിപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കാൻ കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ എവിടെ വെച്ചാൽ നമ്മുടെ കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളിലാണ് നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് കേട്ടോ. നേരെ എൻട്രൻസ് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഒരു എസ്കലേറ്റർ കാണാം. അത് നേരെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ സ്നോ ഫാന്റസി എന്ന് പറഞ്ഞ ഒരു അടിപൊളി പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഇവിടെ. അത് എന്തായാലും ഇങ്ങനെ മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. വെറും 530 രൂപയാണ് അഡൾട്ടിന് ടിക്കറ്റ്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ 470 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നു ചെറുപ്പം മുതൽ ഇങ്ങനെ വരുമ്പോൾ കയറണം എന്നൊക്കെ. ഫൈനലി ഇപ്പോൾ നമുക്ക് ഇതിന് പറ്റിയൊരു സമയം കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് കോട്ട്, അതുപോലെ ഷൂ, സോക്സ്, പിന്നെ കയ്യിലിടാനുള്ള അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തരും കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. എൻട്രൻസിലേക്ക് കയറി പോകാൻ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ അകത്ത് കയറി കേട്ടോ. ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ അടിപൊളി ഒരു തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നേരെ എൻട്രൻസിൽ തന്നെ ഒരു ബ്ലൂ ലൈറ്റിലൊരു വെൽക്കം, അതുപോലെ തന്നെ ഒരു ചെറിയൊരു പാലൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. കുറച്ചുകൂടി ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള തീം, നല്ല ഭംഗി ഉണ്ടാകുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ പോലൊക്കെ തോന്നുന്നുണ്ട് നമുക്ക്. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്താ വെച്ചാൽ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാം. കുട്ടികളുണ്ടെങ്കിൽ അവിടെ മുതിർന്നവരുണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ മെഷീനിലൂടെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് മഞ്ഞൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന്റെ കൂടെ തന്നെ നല്ല ഡീജെ ലൈറ്റും പാട്ടൊക്കെ ഇട്ട് വന്നിട്ട് സംഭവം നല്ല കളർ പരിപാടിയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പറ്റിയ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിലൊന്നാണ് ഇത് കേട്ടോ. അത് നമ്മൾ കുറച്ചേറെ എക്സ്പ്ലോർ ചെയ്തു. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും പറ്റും കേട്ടോ. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് ഒന്നും നമ്മൾ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അറിയില്ല, കാരണം അത്രയും വെയിറ്റ് നമ്മൾ അറിയില്ല, കാരണം അത്രയും സ്മൂത്ത് ആയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഭയങ്കരമായിട്ട് തണുത്തു കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ചെറിയൊരു കഫേ ഉണ്ട്. പക്ഷെ കഫേയിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് കിട്ടില്ല കേട്ടോ. കട്ടൻ ചായ, അതുപോലെ മാഗി, അങ്ങനെ ഹോട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ല, കാരണം നമുക്ക് റേഞ്ച് ഒന്നും കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ക്യാഷ് പ്രത്യേകം കരുതിയിട്ട് നമ്മൾ പോകണം. പിന്നെ നമ്മൾ പോകുന്നത് അടുത്തൊരു ആക്ടിവിറ്റീസിലേക്കാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആക്ടിവിറ്റിയാണ് കേട്ടോ. അതിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള 2-3 തൂക്കുപാറകളൊക്കെ കടന്നിട്ട് വേണം നമ്മൾ ഈ ആക്ടിവിറ്റിക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അടിപൊളിയായിട്ടുള്ള ഒരു ആക്ടിവിറ്റി. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യട്ടോ. നല്ല അടിപൊളിയാണ്. ഐസിൽ നല്ലൊരു നമ്മുടെ ഈ സംഭവത്തിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു ഫീൽ, എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാം. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവരും എക്സ്പ്ലോർ ചെയ്യട്ടോ. നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ കുറെ സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്ന കുറെ സംഭവങ്ങള്, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കൂടുതലൊന്നും നമ്മളിവിടെ നിൽക്കൂല കേട്ടോ, കാരണം അതിന്റെ ഉള്ളിൽ തന്നെ തണുപ്പ് അടിച്ച് കയറി നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടാവും. മാക്സിമം നമുക്ക് 1 മണിക്കൂർ അതൊക്കെ തന്നെ നമുക്ക് പറ്റില്ല കേട്ടോ. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഉച്ചയായപ്പോൾ കുറ്റിച്ചീര ബിരിയാണിക്കാട്ടോ. അവിടെ പോയി ബിരിയാണിക്ക് കഴിച്ചതിന് ശേഷം നേരെ നമ്മുടെ സരോവരം പാർക്കില്ലേ, അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. ബീച്ചിൽ പറഞ്ഞൊരു അടിപൊളി പരിപാടി ഉണ്ട്, ഇപ്പൊ അടുത്തായിട്ട് തുടങ്ങിയതാണ്. ബീച്ചിൽ ബോട്ടിങ് ഒരാൾക്ക് 250 രൂപയാണ് ബോട്ടിങ്ങിന്റെ റേറ്റ് കേട്ടോ. 250 കൊടുത്താലും കുഴപ്പമില്ല. നമുക്ക് 3 കിലോമീറ്റർ പോയിട്ട് നമുക്ക് ട്രാവൽ ചെയ്ത് വരാം. അതും സ്പീഡ് ബോട്ടിനാണ് കേട്ടോ. ഇത് പോകുമ്പോൾ തന്നെ ഇതുവരെ പോയിട്ടില്ല, സ്പീഡ് ബോട്ട് എക്സ്പ്ലോർ ചെയ്യാത്തവർക്ക് എന്തായാലും പോകാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കടലിലൂടെ സ്പീഡ് ബോട്ടിൽ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. പക്ഷെ ഞാൻ അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോകണമെങ്കിൽ എന്തായാലും ഇങ്ങനെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകണമെങ്കിലും ചില്ലാക്കാൻ പറ്റിയ അടിപൊളി സംഭവമാണ് സ്പീഡ് ബോട്ട്. അങ്ങനെ കോഴിക്കോട് ബീച്ചിലെ സ്പീഡ് ബോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും ചെല്ലുന്ന ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ പാലക്സി സിനിമാസിൽ ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പാലക്സി എന്ന് പറഞ്ഞാൽ ഒരുപാട് തിയേറ്ററുകൾ, 5-6 തിയേറ്ററൊക്കെ ഉള്ള ഒരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെല്ലുന്നത് നമ്മളെ ഇന്ത്യയിലെ തന്നെ 3ാമത്തെ, അതുപോലെ കേരളത്തിലെ 1ാമത്തതായിട്ടുള്ള എപ്പിക് സ്ക്രീൻ എന്നറിയപ്പെടുന്ന സ്ക്രീൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 ടിക്കറ്റിനും കൂടിയിട്ട് ഏകദേശം 600 രൂപ അടുത്ത് റേഞ്ച് റേറ്റ് ഒക്കെ ഉണ്ട് ബുക്ക് ചെയ്തപ്പോൾ.
അപ്പോൾ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളതാണ് കേട്ടോ പാലക്സി സിനിമാസിൽ. അങ്ങനെ ഫൈനലി ആ ആഗ്രഹം സാധിച്ചു കേട്ടോ. എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എപ്പിക് സ്ക്രീൻ. കണ്ണാടി